അപ്പോ എന്താണ് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ പറയാം. എല്ലാവരെയും ഇപ്പോഴുള്ളവരും ഇനി വരാൻ പോകുന്നവരെയും സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ആഴ്ചവട്ടം പ്രോഗ്രാമിലേക്ക്. നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്ന സന്തോഷ് സാറ്, അതുപോലെ തന്നെ സതീഷ് സാറാണ് വിഷയ അവതാരകനെ ക്ഷണിക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ടൈമിൽ കൊണ്ടുവന്ന് കെട്ടുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്, സമയം പിടിച്ച് കെട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സതീഷ് സാറിനെ ക്ഷണിക്കുകയാണ്. മൈത്രി ഭവ. എല്ലാവർക്കും മൈത്രി ഭവ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അബ്ദുൽ ബാസിദ് സ്നേഹനിധിയായ ജീവിത പങ്കാളിയെ കൊണ്ടാണ് ഇവിടെ വന്നത്. എന്നാൽ ഇന്ന് സന്തോഷ് സാർ പറയുന്നത് കുടുംബ ജീവിതത്തിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം. ഇതിനേതിനാണ് കൂടുതൽ പ്രാധാന്യം? ഈ ആശയവിനിമയം ഇല്ലെങ്കിൽ ഈ പറയുന്ന സ്നേഹനിധിയായ ജീവിത പങ്കാളി ഉണ്ടാകുമോ? അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയത്തിന്റെ കുഴപ്പങ്ങൾ കൊണ്ടല്ലേ പല ബന്ധങ്ങളും തകരുന്നതും ഉണ്ടാകുന്നതും? ഉണ്ടായ ബന്ധങ്ങൾ തന്നെ പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പ്രധാന ഭാഗമുണ്ട്. അത് പലപ്പോഴും നേരത്തെ ഒരിക്കൽ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിക്കേഷൻ കൺവിൻസിങ് ആയിട്ട് മാറുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അയാൾക്ക് അനുകൂലമായി സംസാരിക്കുമ്പോഴാണ്. അയാൾക്ക് പ്രതികൂലമായി സംസാരിക്കുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെടാതിരിക്കുന്നു. പക്ഷെ ഈ പ്രതികൂലമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പല സമയത്തും അവരുടെ നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് ഇദ്ദേഹത്തിന് ഇവിടെ പറയാനുള്ളത് നോക്കാം. പ്രത്യേകിച്ച് സന്തോഷ് സാറ് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേക ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. പലപ്പോഴും സാധാരണ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ സന്തോഷ് സാറിന് എന്താണ് കുടുംബ ജീവിതത്തിലെ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു സതി സാർ. മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ ആഴ്ചവട്ടത്തിലെ എല്ലാ മെമ്പർമാർക്കും, പിന്നെ എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ചർച്ചയിലേക്ക് വന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീലാലും ശ്രീജയ്ക്കും അടക്കം എല്ലാവർക്കും ഞാൻ വിനീതമായ നമസ്കാരം പറയുകയാണ്. പിന്നെ ഇന്ന് ഈ ഒരു വേദിയിൽ എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചതിനും ഈ അവസരം തന്നതിനും വേദിയിലുള്ള എല്ലാവർക്കും, വേദിയിലെ നടത്തിപ്പുകാർക്കും, ഷായി സാറിനും, ഒപ്പം എന്നെ ഒരുപാട് പ്രോത്സാഹനം നൽകി ഇതിലേക്ക് തീർച്ചയായിട്ടും വരണമെന്ന് നിർബന്ധപൂർവ്വം ക്ഷണിച്ച ശ്രീമതി ശുഭാഞ്ജലി മാഡത്തിനും ഒക്കെ എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം, വിനീതം, നമസ്കാരം അറിയിക്കാണ്. വിഷയം ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം കുടുംബജീവിതത്തിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എന്നാണ്. അപ്പോ ഇത് വളരെയധികം നമ്മൾ അവഗണിക്കപ്പെട്ടൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സംഗതി വളരെയധികം അവഗണിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ഏതായാലും ചെറിയൊരു കഥയിൽ കൂടി നമുക്ക് ആദ്യമായിട്ട് ചെറിയൊരു കഥയിൽ കൂടി തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഒരു രാജകുമാരന്റെ കഥയാണ്. ഏതായാലും കഥയിൽ എപ്പോഴും രാജകുമാരന്മാരാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു രാജകുമാരന്റെ കഥ പറയാം. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവനും അവന്റെ മാതാപിതാക്കള് വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നു. പക്ഷേ ഈ ആശയവിനിമയത്തിന്റെ ഒരു അഭാവം ഈ കുടുംബത്തിലുണ്ട്. അപ്പൊ ഈ 12ാം ക്ലാസ്സുകാരനെ ഈ അച്ഛനും അമ്മയും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം. അതിനനുസരിച്ചുള്ള പ്രഷർ എല്ലാം കൊടുത്തുകൊണ്ടാണ് ഈ 12ാം ക്ലാസ്സുകാരനെ അവർ വളർത്തുന്നത്. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ പഠിക്കാനൊക്കെ അത്യാവശ്യം ഭേദമുണ്ട് എങ്കിലും ആ കുട്ടിക്ക് ഈ ഒരു പ്രഷർ, അച്ഛനും അമ്മയ്ക്കും ഞാൻ ഡോക്ടറായി കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഒരു പ്രഷർ വല്ലാതെ അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അത് പക്ഷെ അച്ഛനും അമ്മയും ശരിക്കും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആ കുട്ടിയാണെങ്കിൽ ചില പ്രഷർ, എല്ലാ സമ്മർദ്ദമൊക്കെ വരുന്ന സമയത്ത് അച്ഛനും അമ്മയുടെ ഒരു തലോടൽ, ഒരു ആശ്വാസം, ഒരു അഭിനന്ദനം ഒക്കെ കൊതിക്കുന്നുണ്ടെങ്കിലും ഈ അച്ഛനും അമ്മയും ദിവസവും ജോലിക്ക് പോകുന്ന ആളുകൾ, രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു മധ്യവർത്തി കുടുംബത്തിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനൊരു സമയം ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടി കടന്നു പോകുന്നത്. അങ്ങനെ ആ കുട്ടി 12ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞ് എല്ലാ പരീക്ഷയും കഴിഞ്ഞ സമയത്ത് കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ആ കുട്ടി അച്ഛനും അമ്മയുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ച് അവർക്ക് മാർക്ക് വാങ്ങിക്കാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ളൊരു സങ്കടം അല്ലെങ്കിൽ ഒരു വിഷമമൊക്കെ ആ കുട്ടിക്ക് വന്ന് ആ കുട്ടി വല്ലാതെ മാനസികമായി തകരുകയാണ്.
പക്ഷെ മാതാപിതാക്കൾ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള എല്ലാ തിരക്കുകളിലും മുഴുകിയിരിക്കുന്നതുകൊണ്ട് കുട്ടിയുടെ ഈ മാനസിക സംഘർഷമൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. പരസ്പരമുള്ള സംസാരം വളരെയധികം കുറവാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ ആ കുട്ടിയും തയ്യാറാവുന്നില്ല. അങ്ങനെ പരീക്ഷയുടെ ഫലം വരികയാണ്. അവസാനം പരീക്ഷയുടെ ഫലം വന്നു. അച്ഛനും അമ്മയും രാവിലെ ഇത് പതിവ് പോലെ അവർ ജോലിക്ക് പോകുന്നു. കുട്ടി ജോലിക്ക് ഇടയ്ക്ക് കുട്ടി ഫലം നോക്കുന്നു. ഫലം നോക്കി കഴിയുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാവുന്നു ഒരു അത്യാവശ്യം ഭേദമില്ലാത്ത രീതിയിലുള്ള മാർക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ഡോക്ടർ ആവാനുള്ള MBBS പോകാനുള്ള അത്രയും മാർക്ക് അതിന് കിട്ടുകയില്ല, അല്ല അതിനുള്ള സാധ്യതയില്ല എന്ന് കുട്ടി തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിയുന്ന ആ കുട്ടി തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പിന്നെ അച്ഛനും അമ്മയും അഭിമുഖീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വരും. അങ്ങനെ ബുദ്ധിമുട്ട് വന്ന ആ കുട്ടി പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ള ആ വിഷമം കൊണ്ടോ എന്തായാലും ആ കുട്ടി തന്റെ ജീവൻ ഒടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ ആ കുട്ടി ജീവൻ ഒടുക്കി. അച്ഛനും അമ്മയും അവിടെ ഇല്ല, കുട്ടി മാത്രമേ വീട്ടിലുള്ളൂ. പിന്നെ അച്ഛനും അമ്മയും വൈകിട്ട് വന്നു കഴിഞ്ഞ് കുട്ടിയെ കാണാതെയായി. കുട്ടിയെ നോക്കുന്ന സമയത്ത് കുട്ടി വീട്ടിനകത്ത് ചേതനയായിട്ട് കിടക്കുകയാണ്. അപ്പം തന്നെ ഒരു ചെറിയൊരു കടലാസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചതിലുള്ള വിഷമം, ആ കുട്ടിക്ക് ഉണ്ടായ മാനസിക വിഷമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ അച്ഛനും അമ്മയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് കുട്ടി യാത്രയായി. അച്ഛനും അമ്മയും ഇത് വായിച്ച് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അവർ പൊട്ടിക്കരഞ്ഞു. കാരണം അവർക്ക് ഒരിക്കലും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സംഗതി അല്ല അവിടെ നടന്നത്. അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു, അവർക്ക് പിന്നെ അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ജീവിതവും നഷ്ടപ്പെട്ടു. ഈ കുട്ടിയില്ലാതെ പിന്നെ അവർക്ക് ഇനി ജീവിക്കാനുള്ള യാതൊരു താല്പര്യം ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഇതിനൊക്കെ കാരണമായിട്ടുള്ള അങ്ങനെ ഒരു വളരെ ദുരന്തം അവിടെ നടക്കുന്ന സമയത്ത് അതിനാരെയാണ് നമുക്ക് പഴി ചാരാൻ കഴിയുക? അച്ഛനും അമ്മയുടെ ന്യായീകരണങ്ങൾ ഉണ്ടാവും, കുട്ടിക്ക് കുട്ടിയുടെ ന്യായീകരണങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് പഴി ചാരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആശയവിനിമയത്തിന്റെ അഭാവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കഥ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കഥ ആദ്യം തന്നെ പറഞ്ഞു. അപ്പം ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, എന്താണ് നമ്മൾ ഒരു ആശയവിനിമയം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആശയവിനിമയം? ആശയവിനിമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, എന്റെ മനസ്സിലുള്ള ആശയങ്ങൾ, അതുപോലെ സന്ദേശങ്ങൾ, അതുപോലെ എന്തെങ്കിലും വികാരങ്ങൾ, എൻ്റെ പിന്നെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് പകർന്നു നൽകുന്ന ആ പ്രക്രിയ മാത്രമാണ് ആശയവിനിമയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല രീതിയിലാവാം. ചിലപ്പോൾ വാമൊഴിയിലാവാം, നമുക്ക് സംസാര ഭാഷ കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ പിന്നെ സംസാരമില്ലാതെ ആംഗ്യ ഭാഷ കൊണ്ട്, ഇപ്പൊ നമ്മൾ പറയില്ല, ഒരു ബായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു ചിരി, ഇതെല്ലാം ആശയവിനിമയങ്ങളിൽ പെടുന്നതാണ്. പിന്നെ നമുക്ക് എഴുതി കൊടുക്കാവുന്ന റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പിന്നെ അതും അല്ലെങ്കിൽ നമുക്ക് ചിത്രങ്ങൾ, പിക്ചറുകൾ, അതുപോലെ ഫിലിമുകൾ, അതുപോലെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ, സിനിമകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു ഇന്ന്. അപ്പൊ ഇങ്ങനെ ആശയവിനിമയത്തിന് ഒരുപാട് മാധ്യമങ്ങൾ നമുക്ക് ഉണ്ട്, നമുക്കതിന് സാധ്യതകളുണ്ട്. അപ്പൊ അതില് നമുക്ക് ആശയവിനിമയം നടത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടക്കുന്ന സമയത്ത് അതിനകത്ത് ഒന്ന്, കുടുംബജീവിതത്തിൽ ആശയവിനിമയമാവുമ്പോൾ അതിനകത്ത് സഹാനുഭൂതി എന്നുള്ളൊരു കാര്യം വളരെയധികം കൃത്യമായിട്ട് നമ്മൾ ചേർത്തിരിക്കണം. എംപത്തറ്റിക് ആയിരിക്കണം. എപ്പോഴും എംപത്തറ്റിക് ആയിട്ടായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും. മറ്റുള്ളവരുടെ അവസ്ഥ കൂടി മനസ്സിലാക്കി വേണം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടത്. അത് എത്ര കടുത്ത രീതിയിലായാലും എത്ര നല്ല രീതിയിലായാലും ഒക്കെ നമുക്ക് പറയുമ്പോൾ ആ ഒരു സഹാനുഭൂതി അതിനകത്ത് ചേർത്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പം ഏറ്റവും വ്യക്തമായിട്ടുള്ളതും കൃത്യമായിട്ടുള്ളതും ലളിതമായിട്ടുള്ള ഭാഷയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, ആശയവിനിമയം നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളിലേക്ക് അത് അവർ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ആ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടി. അതേപോലെ നമുക്ക് നമ്മളുടെ കഴിവ്, നമ്മുടെ മികവ്, ഒരു സബ്ജക്റ്റിൽ നമ്മുടെ മികവ് മറ്റുള്ളവരെ വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ചർച്ചകളല്ലാതെയുള്ള സാധാരണ ആശയവിനിമയങ്ങളിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോവാതെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ വളരെ സരസമായിട്ട് കഴിയുന്നതും കുറച്ച് മറ്റുള്ളവർ താല്പര്യം ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആശയവിനിമയം നടത്തുക. അപ്പൊ മറ്റുള്ളവർക്ക് അത് കേൾക്കാനുള്ള ഒരു തയ്യാറും ഒരു സഹിഷ്ണുത, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇതാണ് നമുക്ക് അതിന്റെ ഒരു ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് പൊതുവേ നമ്മൾ ആശയവിനിമയത്തെ പറ്റി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ.
ഇനി നമുക്കൊരു കുടുംബ ജീവിതത്തിൽ ആശയവിനിമയത്തിന്റെ ആവശ്യകത എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ എന്തൊക്കെയായിരിക്കാം നമുക്ക് പ്രധാനമായിട്ടും അതിനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു ആവശ്യകതയായിട്ട് വരുന്നത്? ഒന്ന്, വ്യക്തിബന്ധങ്ങൾ. നമ്മൾ പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങൾ വളരെ ശക്തിമത്തായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് ആശയവിനിമയം വളരെയധികം അത്യാവശ്യമുള്ള സംഗതിയാണ്. അതുപോലെ നമുക്ക് പരസ്പരം രണ്ടുപേർക്ക് പരസ്പരം മനസ്സിലാക്കാം, നന്നായി മനസ്സിലാക്കാനും നമുക്ക് ആശയവിനിമയം വളരെയധികം ആവശ്യമാണ്. അതുപോലെ നമുക്ക് പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഇത് വളരെയധികം നമുക്കറിയാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധാരണകളാണ്. എന്ത് കണ്ടാലും അതിന് രണ്ട് ധാരണകൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ രണ്ട് ധാരണകൾ മാറി യഥാർത്ഥത്തിലുള്ള ഒരു ധാരണയിലേക്ക് എത്തണമെങ്കിൽ ഇത്തരം ചിലപ്പോൾ ആശയവിനിമയങ്ങൾ വളരെ ആവശ്യമായിട്ട് വരും. സന്തോഷപൂർവ്വം അതുപോലെ ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം, കുടുംബജീവിതം നയിക്കാൻ വേണ്ടി നമുക്ക് ആശയവിനിമയം വളരെ അത്യാവശ്യമാണ്. അതുപോലെ സഹാനുഭൂതി വളർത്താൻ, എമ്പതി വളർത്താനും പരിശീലിക്കാനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആശയവിനിമയം വളരെയധികം ആവശ്യമുള്ള ഒരു സംഗതി. ഇനിയിപ്പോ നമുക്ക് ഈ കുടുംബജീവിതത്തിൽ പറയുകയാണെങ്കിൽ കുടുംബജീവിതത്തിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് തന്നെ ആശയവിനിമയമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. നല്ല കുടുംബ ബന്ധങ്ങൾ എപ്പോഴും എവിടെയും നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നല്ല ആശയവിനിമയം ഉണ്ടെങ്കിൽ തന്നെ സാധ്യമാവും. അതുപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ഥിതിവിവര കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നത് നല്ല ആശയവിനിമയം നടക്കുന്ന കുടുംബ അന്തരീക്ഷത്തില് സംഘർഷങ്ങളുടെ കോൺഫ്ലിക്ട്സിന്റെ അളവ് വളരെ തുലവും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതേ സാഹചര്യത്തിൽ ഈ നല്ല ആശയവിനിമയം നടക്കുന്ന കുടുംബങ്ങളിലുള്ള കുട്ടികളിൽ ഇതേപോലെ ഇന്റലിജൻസ്, ഈ ഇമോഷണൽ ഇന്റലിജൻസ്, ടോളറൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ വൈകാരികമായിട്ടുള്ള ഒരു സന്ദർഭങ്ങളിൽ അതിനെ അഭിമുഖീകരിക്കാനും അതിൽ നിന്ന് പുറത്തു കടക്കാനും അല്ലെങ്കിൽ അതിനെ നേരിടാനും ഒക്കെ ഉള്ള ഒരു ക്ഷമതയും ധൈര്യവും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യവും കൂടി ഇത്തരം ആശയവിനിമയം കൊണ്ട് നേടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് ആത്മവിശ്വാസം അല്ലെ ഇതൊക്കെ വളർത്താൻ നമുക്കതെല്ലാം നേടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആശയവിനിമയത്തിന്റെ യഥാർത്ഥത്തിലുള്ള നേട്ടങ്ങളായിട്ട് പറയാൻ പറ്റും? അപ്പൊ നേട്ടങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇതേ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പരസ്പര വിശ്വാസവും ആത്മാർത്ഥതയും അതുപോലെ ഉത്തരവാദിത്വങ്ങളും, നമ്മൾ പരസ്പരമുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ആത്മവിശ്വാസം അതുപോലെ ആശയവിനിമയം കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ, ഇത് വീടുകളിൽ സാധാരണഗതിയിൽ കുടുംബത്തിലൊക്കെ സൗന്ദര്യ പിണക്കങ്ങൾ, ചെറിയ വഴക്കുകൾ, അതുപോലെ കുറച്ച് വലിയ വഴക്കുകൾ വരെ നമുക്ക് സാധാരണ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം നമുക്ക് ഒന്ന് ലഘൂകരിക്കാനോ അതല്ലെങ്കിൽ ഒഴിവാക്കാനോ ഒക്കെ നമുക്ക് ഈ ആശയവിനിമയം കൊണ്ട് സാധിക്കുന്നുണ്ട്. കുടുംബത്തിനകത്ത് ഉണ്ടാവുന്ന പ്രതിസന്ധികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സംയമനത്തോടു കൂടി നമുക്ക് നേരിടാനും അതിനൊക്കെ ഓവർകം ചെയ്യാനൊക്കെ നമുക്ക് ഈ ആശയവിനിമയങ്ങൾ കൊണ്ട് വളരെയധികം ഉപകാരം കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി, അതിനൊക്കെ അഭിമുഖീകരിക്കാൻ വേണ്ടി നമുക്ക് ആശയവിനിമയം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ കുടുംബത്തിൽ കൂട്ടുത്തരവാദിത്വം, ഒരു ടീം വർക്കായിട്ട് നമ്മൾ കുടുംബത്തിൽ എന്ത് നടത്തുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്വത്തോടുകൂടി അത് ചെയ്യാൻ വേണ്ടി, ഒരു ടീം വർക്കായിട്ട് അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആശയവിനിമയം വളരെയധികം ആവശ്യമാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാനിപ്പോ രാവിലെ തോട്ടത്തിൽ കുറച്ച് ജോലികൾ ചെയ്യണം. അപ്പൊ ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്റെ വീട്ടിലും മക്കളുണ്ട്, ഭാര്യയുണ്ട്, അല്ലെ മറ്റുള്ള ആളുകളുണ്ട്. അപ്പൊ അവരാരും അതിനകത്തേക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ അവരോട് വളരെയധികം സ്നേഹത്തോടു കൂടി ആശയവിനിമയം നടത്തുകയാണ്. ഒക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നടത്താം. അവരോട് പറയുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നടത്താം, വരും നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും എന്റെ കൂടെ കൂടി ഒരു ടീം വർക്കായിട്ട് നമുക്കിത് കൊണ്ടുപോകാനും വളരെ ഈസി ആയിട്ട് അതിനെ കൊണ്ടുപോകാനും സാധിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതുപോലെ പരസ്പരമുള്ള പ്രോത്സാഹനം. ഇപ്പം ഒരാൾ നല്ല കാര്യം ചെയ്തു, അപ്പൊ അതിനെ നമ്മൾ അവരോട് സംസാരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ പുറത്തുനിന്ന് തലോടി ഒരു വെർബലായിട്ടോ നോൺ വെർബലായിട്ടോ നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ ആശയവിനിമയം അതിനൊക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ജീവിത നിലവാരത്തിനെ വളരെയധികം ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നമുക്കിത് വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ നിർദ്ദേശങ്ങൾ നൽകുക. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ക്രിയാത്മകമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും നൽകണമെങ്കിൽ ഈ ആശയവിനിമയം ഇല്ലാതെ എങ്ങനെയാണ് നടക്കുന്നത്, ഒന്നും നടക്കില്ല. അപ്പൊ അതെല്ലാം നമുക്ക് വളരെയധികം ഈ ആശയവിനിമയം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സംഗതിയാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് ആശയവിനിമയത്തിന് ഒരുപാട് തടസ്സങ്ങൾ വന്നു, ബാരിയേഴ്സ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളുണ്ട്. അതിലിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് വളരെ ക്വാളിറ്റി ടൈം, അത് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം നമ്മളെ പങ്കാളികൾക്കും നമ്മളെ മക്കൾക്കും നമ്മളെ കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമുക്കത് പറ്റുന്നില്ല. നമുക്ക് ആ സമയത്തിന്റെ ഒരു ദൗർബല്യം അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചെകഞ്ഞ് അന്വേഷിച്ചാൽ പല കാര്യങ്ങൾ കാണും. ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാം, ഈയിടെ ഞാൻ പിന്നെ കണ്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം, ഒരു കണക്കെടുപ്പിൽ കണ്ട കാര്യം പറയുകയാണെങ്കിൽ 1990, 2005, 2005 ഈ 3 ഘട്ടങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് 1936 മുതലുള്ള കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ 1990, 2005, 2025 പറയുകയാണെങ്കിൽ 1990 ഫാമിലി ആയിട്ട് നമ്മൾ സമയം ചെലവഴിച്ചത് 26%.
അതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ 15%, ഇന്റർനെറ്റ് ആകെ 0.25% ആണ് നമ്മുടെ സമയത്തിൽ നമ്മൾ ഇന്റർനെറ്റിന് വേണ്ടി ചെലവാക്കിയിരുന്നത്, ഓൺലൈനിൽ കാര്യങ്ങൾ. അത് 2005 നമ്മൾ ഫാമിലിക്ക് വേണ്ടി അത് 1990 26% ഉള്ളത് 2005 ആവുമ്പോൾ അത് 10% കുറഞ്ഞു. അത് ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ 15 എന്നുള്ളത് 27% വർദ്ധിച്ചു. ഫ്രണ്ട്സുകാരിലെ ആക്ടിവിറ്റീസ് കുറിച്ച് കൂടി. ഒപ്പം തന്നെ ഓൺലൈൻ ആക്ടിവിറ്റി 15% കൂടി. 0.25% 2005 ആകുമ്പോഴേക്കും 15%. ഇന്ന് 2025 നിൽക്കുമ്പോൾ ഫാമിലിയുടെ പെർസെൻറ്റേജ് 4.5%. അതേപോലെ ഫ്രണ്ട്സിന്റെ പെർസെൻറ്റേജ് 13%. ഓൺലൈൻ 60% നമ്മുടെ സമയം ചെലവഴിക്കുന്നത് ഓൺലൈനാണ്. അപ്പൊ എത്രമാത്രം അപകടകരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഒരു ഏകാന്തതയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇല്ലാതെ, ആശയവിനിമയം ഇല്ലാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ചു. അപ്പൊ ഇത് നമ്മുടെ ഒരു വലിയൊരു തടസ്സമാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, TV, അതുപോലെ ഇന്റർനെറ്റ്, അതുപോലെ ഈ എന്താ പറയാ പിന്നെ ഇപ്പൊ പുതിയ കാര്യങ്ങളുള്ള പിന്നെ റീൽസ്, ഇൻസ്റ്റാഗ്രാം, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മുഴുകിയിരിക്കുകയാണ്. നമുക്ക് മറ്റൊന്നിനും സമയമില്ല. പിന്നെ അതിനപ്പുറമുള്ളതൊന്ന് തലമുറകൾ തമ്മിലുള്ള ഒരു വിടവ്, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്, അത് ഒരു വൈമുഖ്യം ഉണ്ടാക്കുന്നു. ആളുകൾ പരസ്പരം സംസാരിക്കാനുള്ള ഒരു വൈമുഖ്യം ഉണ്ടാക്കുന്നു. പിന്നെ വൈകാരിക വീഴ്പ്പുകൾ, ഇതിന്റെ സ്വാധീനം അത് വളരെയധികം പ്രാധാന്യമുള്ള സംഗതിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പ്രശ്നം പരിഹരിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അതൊക്കെ മനസ്സിലടിഞ്ഞുകൂടി നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ള അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു നിർവികാരത നമുക്കുണ്ടാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തടസ്സങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതൊക്കെ എങ്ങനെ നമുക്ക് പരിശീലിക്കാം എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇത് പരിശീലിക്കാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു സജീവമായിട്ടുള്ള കേൾവിയാണ്. സജീവമായിട്ടുള്ള കേൾവി എന്ന് പറഞ്ഞാൽ ഒരാളൊരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനുള്ള ആവശ്യത്തിലേക്ക് വേണ്ടി നമ്മൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനെ എതിർക്കാനുള്ള അല്ലെങ്കിൽ അതിന് ചോദ്യം ചോദിക്കാനോ അതിനേക്കാളും വലിയ കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാനോ വേണ്ടി നമ്മളിത് കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ സജീവമായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ സംവദിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഞാൻ എന്നുള്ള ഭാവം ഒഴിവാക്കി നമ്മൾ എന്നുള്ള ഭാവം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കുകയാണെങ്കിൽ, അതുപോലെ ഒരു സമയം, വളരെ കൃത്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ ആശയവിനിമയത്തിന്, വീടുകളിലുള്ള ആശയവിനിമയത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഭക്ഷണം കഴിക്കാനുള്ള സമയം പോലെ തന്നെ ആശയവിനിമയത്തിന് ഒരു ചെറിയ സമയം. അവിടെ നമുക്ക് പലതും ചർച്ച ചെയ്യാം, സ്വീകരിക്കാം, പലതും തീരുമാനങ്ങൾ എടുക്കാം. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നമുക്ക് കേൾക്കാം, അനുഭാവപൂർവ്വം ചിന്തിക്കാം, അവരോട് സ്നേഹം പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കാം, നല്ല കാര്യങ്ങൾക്ക്. ഇതിനൊക്കെ വേണ്ടി ഒരു പ്രത്യേക സമയം വെക്കുക, ദിനചര്യയുടെ ഭാഗമാക്കുക, ഒരിക്കലും മാറാതിരിക്കുക. പിന്നെ പരസ്പരം നമുക്ക് വളരെ താങ്ങായിട്ട്, തണലായിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല നീതിപൂർവ്വമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാനും ഈ അവസരം ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്കൊരു ആശയവിനിമയത്തിന്റെ ഒരു പ്രാധാന്യം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കുടുംബത്തിൽ കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ പ്രഭാഷണം നമ്മളിപ്പോ ഇതിപ്പോ ഈ ഒരു ചർച്ച ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇതെനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ എന്തിന്, എങ്ങനെ, അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി, എങ്ങനെയൊക്കെ നടത്തണം, അതിന്റെ പരിശീലനം എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലേക്ക് ഒന്നും കൂടി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആ മാതാപിതാക്കളും മകനും തമ്മിൽ നല്ലൊരു ആശയവിനിമയം നടന്നിരുന്നെങ്കിൽ മകന് അച്ഛൻ എന്തിനാണ് എന്നെ പ്രഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടാവില്ല, ഇത് എനിക്ക് നല്ലതിനാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ലതിനാണ്, ഞങ്ങൾ കുടുംബത്തിന് നല്ലതിനാണെന്നുള്ള ഒരു ചിന്തയിൽ അവൻ പ്രവർത്തിച്ചേനെ. അതുപോലെ തന്നെ ആ മകന്റെ മാനസിക നില വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അച്ഛനമ്മമാർ ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്കും മനസ്സിലായാണ് ഇവൻ ആവശ്യമില്ലാത്ത തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങളിത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവർക്കും തോന്നിയാണ്. അപ്പൊ അവർക്ക് വീണ്ടും അതൊരു നല്ല രീതിയിലേക്ക് അതിനെ മാറ്റാൻ പറ്റുമായിരുന്നു. അതേപോലെ നമ്മുടെ ആഗ്രഹം നടത്താൻ വേണ്ടി പരിശ്രമിച്ചാൽ മാത്രം മതി, അത് നടന്നില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് നമ്മൾക്ക് പോകാമെന്നുള്ള ഒരു ഉറപ്പ് ആ മകന് അച്ഛനമ്മമാർ കൊടുത്തിരുന്നെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ലായിരുന്നു. അതേപോലെ മകൻ വളരെ തകർന്നിരിക്കുകയാണ് മാനസികമായിട്ടെന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കി അവനെ ചേർത്ത് പിടിച്ച് അവനെ തലോടി അവനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവനും അതൊരു വലിയൊരു ഒരു പ്രചോദനമായതിനെ, അവൻ നല്ല രീതിയിൽ വളർന്നേനെ, അല്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഒരുമിച്ചാണ്, നമ്മൾ 3 പേര്, അച്ഛനും അമ്മയും മകനും, നമ്മൾ 3 പേര് ഒരുമിച്ചാണ്. നമ്മൾ എന്ത് നേടിയാലും നമുക്കുള്ളതാണ്, നേടിയിട്ടില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല, നമ്മളതിനെ ഒരുമിച്ച് നേരിടുന്നുള്ള ഒരു ആത്മവിശ്വാസം ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും ആ ദുരന്തം നടക്കില്ലായിരുന്നു, അല്ലെ? ഇപ്പൊ ഇതൊക്കെ ആശയവിനിമയത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എന്റെ ഈ ഒരു സംഗതിയെ പറ്റി എനിക്ക് പറയാനുള്ള ഒരു സംഗതി. ഇത് പിന്നെ എന്തായാലും ഈ ഒരു ചിന്ത, ഈ ആശയവിനിമയം എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലും മറ്റുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഉണ്ടാക്കാൻ ഇതിനൊരു എനിക്ക് എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ധന്യനായി.
ഈ അവസരം തന്ന എല്ലാവർക്കും, ഈ ഷായ് സാറിനും ശിവാജി മാഡത്തിനും മറ്റുള്ളവർക്കും സതീഷ് സാറിനും ഒക്കെ എല്ലാവരും അടങ്ങുന്നു എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി, നിസ്സീമമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇനിയും അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സന്തോഷ് സാർ. മൈത്രി ഭവ കുറെ ഡാറ്റാസ് ഒക്കെ ഉദ്ധരിച്ച് വളരെ മനോഹരമായിട്ട് ഇവിടെ താങ്കൾ വിഷയം അവതരിപ്പിച്ചു. ഒരു കഥ പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇത് അവതരിപ്പിച്ചത്. എന്തിനാണ് ആശയവിനിമയം, ആശയവിനിമയത്തിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നെല്ലാം വിശദമായി പറഞ്ഞു. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് എടുക്കാൻ കാരണം? ഇന്ന് ആശയവിനിമയം ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ഓരോരുത്തരും അവനവന്റെ വഴിക്ക് പോകുന്നു. ഇവിടെ ബാഹ്യമായ കാര്യത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഒരു ആന്തരികമായ യാത്രയുടെ കുറവല്ലേ ഇതിന്റെ പ്രധാന കാരണം. നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്, എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ കണ്ടെത്തുന്നത് ബാഹ്യമായ കാരണങ്ങളാണ്. ബാഹ്യമായ കാരണങ്ങൾ ഇപ്പൊ സാറോട് ഒരുപാട് കാര്യങ്ങൾ നിരത്തി. ഇത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് ഓക്കെ ഐ ആം ഡൂയിങ് ദിസ്, ഐ ആം ഡൂയിങ് ദാറ്റ് എന്ന് പറഞ്ഞ് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല. ഈ അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് ഈ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്? ഇപ്പോ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വിഷയമാണ് പ്രധാനം. മകന് തോന്നുന്നു എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അച്ഛന് തോന്നുന്നു അച്ഛന് സ്വാതന്ത്ര്യമുണ്ട്, അമ്മയ്ക്ക് തോന്നുന്നു അമ്മയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യത്തെ ഒരുപാട് പ്രകീർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്താണ് ഈ സ്വാതന്ത്ര്യം? ഇപ്പൊ ഞാൻ വിവാഹം ചെയ്താൽ വിവാഹത്തിന് മുമ്പ് എന്റെ സങ്കല്പത്തിലുള്ള സ്വാതന്ത്ര്യമാണോ വിവാഹത്തിന് ശേഷം വേണ്ടത്? ഇവിടെയാണ് ഏറ്റവും പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും വെറുതെ സത്യസന്ധമല്ലാതെ വരുന്നു. ഇപ്പൊ ഇതേപോലെ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താം. അങ്ങനെ നടത്തുമ്പോൾ അത് എവിടെയെങ്കിലും പൊളിയും. ഇതിന് പ്രധാന കാര്യം കുട്ടികളും അച്ഛനും ആരായാലും ഒരു കുടുംബത്തില് അല്പം ആധ്യാത്മികമായ ആധ്യാത്മിക മീൻസ് ഇന്നറിലേക്ക് പോവുക. ഞാൻ എന്താണ് എന്നറിയുക, എന്റെ സ്വാതന്ത്ര്യം എന്താണ് എന്നറിയുക. എന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ പലപ്പോഴും പുനർചിന്തനം ചെയ്യണം, പുനർവ്യാഖ്യാനം ചെയ്യണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോ ഒരിക്കൽ ഒരു സെക്കൻഡോട് പറഞ്ഞു നിർത്താം. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോ അമ്മയ്ക്ക് അത് ഇഷ്ടമായിരുന്നില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ 2 മാസം 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരിക. ഒരു വിവരം ഉണ്ടാവില്ല. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ നീ എന്നെ വിഷമിക്കുന്നുണ്ട്, നീ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ നീ ഇത് ചെയ്യോ? ഞാൻ പറഞ്ഞു ഇല്ല. കാരണം വിവാഹം എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യം എടുക്കണമെങ്കിൽ എന്റെ പങ്കാളിയുടെയും കൂടെ കുറെ അനുവാദം ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് പോകരുത്. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യം ആണ് എല്ലാത്തിന്റെയും പ്രോബ്ലം എന്നും ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണ് പ്രോബ്ലം എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. താങ്കൾ എന്തുകൊണ്ടാണ് ഇന്റേണൽ ആയിട്ടുള്ള ഒരു സംഭവത്തെ ഇതില് പ്രതിപാദിക്കാതിരുന്നത്? അതാണ് എന്റെ ചോദ്യം. സതീഷ് സാർ, വളരെ നന്ദി. എന്റെ അഭിപ്രായത്തിന് വളരെ നന്ദി. പിന്നെ ചോദ്യം ഒരു $1 million ക്വസ്റ്റ്യൻ ആണ് തീർച്ചയായിട്ടും. അവിടെ എനിക്ക് ഈ ഒരു സംഗതിയിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ഇവിടെ സംസാരിച്ച സമയത്ത് ഈ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്ന സമയത്ത്, അതിനകത്ത് കുടുംബജീവിതത്തിൽ ആശയവിനിമയത്തിന്റെ പ്രാധാന്യം പറയുന്ന സമയത്ത് ഏറ്റവും അധികം എംഫസൈസ് ചെയ്ത് കൊടുത്തിരുന്നത് എംപതിയാണ്. ഈ എംപതി അതിനകത്ത് ഞാൻ ചേർക്കണം എന്ന് നിർബന്ധം വരുമ്പോൾ, കാരണം ബാഹ്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ കുടുംബജീവിതത്തിൽ എംപതി വളരെ അത്യാവശ്യമാണ്. ഈ എംപതി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സെൽഫ് റിയലൈസേഷനും കൂടി മാത്രമേ സാധ്യമാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ 1. നമ്പർ 2, ഈ ആശയവിനിമയം കൊണ്ട് ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പം സതീഷ് സാർ, ഇപ്പം ഞങ്ങളൊരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് വേണമെന്ന് പറയണമെങ്കിൽ തന്നെ അവിടെ ആശയവിനിമയം നടക്കണം. അതിന് ബേസിക് ആയിട്ട് ആശയവിനിമയം നടക്കണം, അല്ലെ? എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. അപ്പൊ എന്റെ സ്വാതന്ത്ര്യം ചിലപ്പോൾ എന്റെ ഭാര്യയ്ക്ക് അറിയില്ല, ഭാര്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യം എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? നല്ലൊരു ആശയവിനിമയത്തിൽ കൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെയും പ്രിലിമിനറി ആയിട്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ പ്രിലിമിനറി ആയിട്ട് നമുക്ക് ആശയവിനിമയം തന്നെ എടുക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ചോദ്യത്തിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സാറേ, എനിക്ക് പറയാനുള്ളത്, ഈ ഓവർ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കില്ലേ? നമുക്ക് ഒരുപക്ഷെ എന്റെ ജനറേഷനിൽ പെട്ടവർക്ക് അറിയാവുന്ന ഒരു സംവിധായകനാണ് ജി അരവിന്ദൻ. തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാത്ത ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അന്ന് കേരള സർവകലാശാല അന്ന് ഏതാണ്ട് തൃശ്ശൂർ വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. കേരള സർവകലാശാലയുടെ ഒരു യുവജനോത്സവത്തിന് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോ ആകെ പറഞ്ഞ ഒരു വാക്ക് തമസോമ ജ്യോതിർഗം.
ആശയവിനിമയം ഒരു ആവശ്യമായ ഘടകം തന്നെയാണ്, ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഇങ്ങനെ ചില ആസ്പെക്റ്റുകൾ കൂടെ ആശയവിനിമയത്തിൽ ഇല്ലേ എന്നൊരു സംശയം ഞാൻ ചോദിക്കുക ചെയ്യുന്നു. സുനിൽ സാർ, താങ്ക് യു വെരി മച്ച്. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നല്ല നിലവാരമുള്ളത് തന്നെ, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇപ്പം ഞാനതിനൊരു മറുപടി പറയുന്നില്ല, കാരണം ഒരു ചർച്ച എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, പറഞ്ഞു ആശയവിനിമയം ഒരു ഓവർ കമ്മ്യൂണിക്കേഷൻ. ഈ ഓവർ കമ്മ്യൂണിക്കേഷൻ എന്നത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ വളരെ കൃത്യവും വ്യക്തവും ലളിതവുമായുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓവർ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അപ്പൊ ഞാൻ പറയുന്നത്, കാഞ്ചനസീത പോലെയുള്ള സിനിമകൾ എടുത്ത അരവിന്ദൻ ഒരു സിനിമയിൽ തന്നെ 5-10 ഡയലോഗ് മാത്രം പറഞ്ഞുകൊണ്ടൊരു സിനിമ എടുത്തൊരു വ്യക്തിയാണ്. അവിടെയും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് വെർബലും നോൺ വെർബലും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട് അല്ലെ. കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമ്മൾ വാമൊഴികളുണ്ട്, അതുപോലെ ആംഗ്യങ്ങൾ കൊണ്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നിശബ്ദത കൊണ്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സംസാരിക്കണം നിർബന്ധമില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പൊ അസത്തോമ സദ്ഗമയ അല്ല ജ്യോതിർഗമയ എന്നുള്ള തമസോമ ജ്യോതിർഗമയ എന്നുള്ള ഒറ്റ വാചകത്തില് ഒരു 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 വലിയൊരു സത്യം അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു ആശയം മുഴുവൻ അദ്ദേഹം സംവദിച്ചു കഴിഞ്ഞു. അവിടെ ഒരുപാട് പറയാതെ തന്നെ സംവദിച്ചു കഴിഞ്ഞു. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ പല രീതിയിലാണ് ആളുകൾ നടത്തുന്നത്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓരോരുത്തരും ഇപ്പൊ സന്യാസിമാർ, ചില സന്യാസിമാരൊക്കെ ഒരേ ഒരു വാചകം മാത്രമേ പറയുള്ളൂ. അവർക്കത് മതി. ആ ഒരു കാര്യം പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പറയുന്നതിനേക്കാളേറെ കുറച്ച് വാചകങ്ങളിൽ കൃത്യമായിട്ടുള്ള സന്ദേശം നമ്മൾക്ക് കൈമാറാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ കൃത്യവും വ്യക്തവും ലളിതവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശീലിക്കേണ്ടത്. ഒരുപാട് പറയല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളത്ര അളവിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതാണ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും നമ്മൾ ശീലിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, താങ്ക് യു സുനിൽ സാർ. സാറ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓവർ കമ്മ്യൂണിക്കേഷൻ നല്ലതാ. ഓവർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന വാക്കാണ് സാറിന് കമ്മ്യൂണിക്കേഷനിനകത്ത് വരുന്നത്. ഓവർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലാത്തവര് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് പുള്ളിക്ക് മറ്റേയാൾക്ക്, അതായത് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ളവർക്ക് ഇവരുടെ ലൈഫ് പൊസിഷൻ. ഞാൻ ഓക്കെയാണ്, മറ്റുള്ളവർ ഓക്കെ അല്ല. അപ്പൊ എന്ത് ചെയ്യും? മറ്റുള്ളവർ ഓക്കെ അല്ലാത്തത് കൊണ്ട് അവർക്ക് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അപ്പോൾ എന്ത് ചെയ്യും? ഓവറായിട്ട് ഡീറ്റെയിൽ ചെയ്യും. ഇത് ഭയങ്കര അരോചകത്വം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു സുനിൽ സാർ ഉദ്ദേശിച്ചത് അതായിരിക്കാനാണ് സാധ്യത തോന്നുന്നു. പിന്നെ ഉള്ളത് ഈ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ വഴക്കിൽ പോലും ആശയവിനിമയം നടക്കുന്നുണ്ട്. ഒരു വീട്ടിൽ വഴക്കുണ്ടാകുകയാണെങ്കിൽ തന്നെയും അതിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ കുറവ് ഇപ്പൊ ഞാൻ പിന്നെ വേറെ സാറ് സുനിൽ സാറ് പറഞ്ഞ അസുതമ തമസ്വമ ജ്യോതിർഗമയ എന്ന് പറയുന്നത്, അതായത് ഈ വാക്കുകൾ കുറച്ച് 90കളിലും 2000ന്റെ ആദ്യമൊക്കെ ഗൂഗിളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, നല്ല ഗൂഗിളൊക്കെ നമ്മൾ ഫെമിലിയർ ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഗൂഗിൾ ആയിരുന്നു സന്തോഷം. എന്തിനെ കുറിച്ചും സന്തോഷിനൊരു ആൻസർ ഉണ്ടായിരുന്നു. അപ്പോ ഒരു കൊച്ചു എൻസൈക്ലോപീഡിയ ആയിരുന്നു സന്തോഷം. അപ്പൊ ഞങ്ങളങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്കില് ഒരു പോയിന്റ് മിസ്സായതെന്ന് എനിക്ക് തോന്നുന്നത്, അതായത് മാനസിക ഐക്യം ഇതിനകത്തൊരു വലിയൊരു ഘടകമാണ്. കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിലും മാനസിക ഐക്യമുള്ള ഒരാളുകൾ തമ്മിൽ കുറച്ച് സംസാരം മതിയാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊരു വലിയൊരു ഘടകമാണ് എൻ്റെ. പിന്നെ ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് സമയമില്ല ഒന്നിനും. അവരെപ്പോഴും അവരുടെ ഏറ്റവും അടുത്ത് കാണുന്ന പേരൻസിനെക്കാട്ടിലും കൂടുതൽ കാണുന്നത് അവരുടെ ഡിവൈസുകളാണ്. മൊബൈലാണേലും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലുമാണ് അവരെപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ ഈ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് അറിയില്ല. ഈ പറഞ്ഞ വീടുകളിലെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവേ ഇപ്പം നടക്കുന്നുള്ളൂ. ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ സംസാരം ഉണ്ടാവാം, പക്ഷെ മക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞിരിക്കുന്നുണ്ട്. അതിന് ഞങ്ങളുടെ വീട്ടിലും ഒരു വിഷയമാണ്, ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ മക്കൾക്ക് സമയമില്ല, എന്ത് ചെയ്യാനാണ്. അപ്പോ സന്തോഷിന്റെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും അഭിപ്രായത്തിൽ സ്വാഗതം. താങ്ക് യു വെരി മച്ച്. അതെ, അത് ഒരു കാര്യം പറയാനുണ്ട്. അതായത് മാനസിക ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ അടുത്ത ഒരു വർഷം 365 ദിവസം ഞാൻ സന്തോഷമായിട്ട് സംസാരിച്ചില്ലെങ്കിലും ഫോൺ ചെയ്തില്ലെങ്കിലും 366ാമത്തെ ദിവസം ഞാൻ ഫോൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സന്തോഷനും അതേ വൈബില്ല. അതായത് തലേദിവസം സംസാരിച്ച പിരിഞ്ഞ മാതിരിയുള്ള കാര്യങ്ങൾ
ഇത് ചെയ്യാൻ പറ്റുന്നത്. അവിടെ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ മാനസിക ഐക്യം ഉള്ള ആളുകൾ തമ്മിൽ അത് വളരെ എങ്ങനെ എന്താ പറയുക അതിന് ഒരു ക്ലാഷും ഇല്ലാത്ത രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് കുടുംബത്തിൽ അങ്ങനത്തെ ഒരു ഐക്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോച്ചബിളും ആയിരിക്കണം അല്ലേ? എന്ത് കാര്യം വന്നാലും നമുക്ക് തുറന്നു പറയാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഫ്രണ്ട്സിന്റെ ഇടയിലാണേലും ഫാമിലിയിലാണേലും അതെപ്പോഴും ഉണ്ടായിരിക്കണം. വളരെ ഒരു ഇമ്പോർട്ടന്റ് അല്ലേ ഇപ്പം? താങ്ക് യു ശ്രീലാൽ. ഏതായാലും വളരെ നന്ദി പങ്കെടുത്തതിനും ഈ അഭിപ്രായം പറഞ്ഞതിനൊക്കെ വളരെ നന്ദി. പറഞ്ഞത് ശരിയാണ്, അഭിപ്രായക്കും മാനസിക ഐക്യമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ സംസാരിച്ചത് ആശയവിനിമയത്തെ കുറിച്ച് ആയതുകൊണ്ട് മാത്രം അതിനെ ഊന്നി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പങ്കെടുത്തതിൽ വളരെ സന്തോഷം, അഭിപ്രായം പറഞ്ഞതിലും താങ്ക് യു. ക്വാളിറ്റി ടൈമാണ്. ക്വാളിറ്റി ടൈം കുറയുന്നു എന്നുള്ളതാണ് അവിടെ വരുന്ന പ്രശ്നം. അവിടെ ഇമോഷണലി അവൈലബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ. ഇപ്പൊ ഇവിടെ ശ്രീജയും ശ്രീലാലും ഇരിപ്പുണ്ട്, ഒന്നിച്ചാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഷോർട്സ് എടുത്ത് രണ്ടുപേർക്കും കൂടെ അത് കണ്ട് ചിരിക്കാം, രണ്ടുപേർക്കും കൂടെ കണ്ട് അത് ആസ്വദിക്കാം. അവിടെ നമുക്കത് അത് പുതിയ കാലത്തിന്റെ പുതിയ ക്വാളിറ്റി ടൈമിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. നമ്മൾ ഒന്നുകൊണ്ടും ചെയ്യണ്ട.